ഹസ്ബൻഡ് വന്നില്ലല്ലോ ഇന്ന്? ഇല്ല. ഒറ്റയ്ക്കാ വന്ന്? യെസ്. എനിക്ക് തോന്നി. എന്തു പറ്റി? എന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ബീന ആന്റണി വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അതൊരുപാട് കാര്യമുണ്ട് സാറേ, അത് ഞാൻ പിന്നെ പറയാമെന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ചുമ്മാ അല്ല. അപ്പൊ ഞാന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരാളിനെ വിളിച്ചു, എന്റെ ഒരു ഫ്രണ്ടിനെ. അപ്പം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ എങ്ങനെയാണ് ഈ മനു എങ്ങനെയാണെന്ന് ചോദിച്ചു. സാറേ ഭയങ്കര പ്രശ്നം. എന്താ എന്റെ ഉദ്ദേശം? ഏത് രീതിയിൽ പ്രശ്നം? ഏത് രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. ഓ ചേട്ടാ, അങ്ങനെ അതെന്ന് ഞാൻ കേട്ടതല്ലേ പറയുന്നത്. അതായത് അതാര് പറഞ്ഞാലും അത് വളരെ തെറ്റ്. 24 മണിക്കൂറും ബാറിലാണ്. മനുവോ? എന്റെ മനുവോ? എന്റെ മനു അല്ല, പിന്നെ ആരുടെ മനു? ഇത് കണിയല്ല, കെണിയ. മനു ഒരിക്കലും ബാറിൽ പോവാറില്ല, ഒരിക്കലും പോയിട്ടില്ല. എനിക്കറിഞ്ഞൂടാ. അതാര് പറഞ്ഞാലും തെറ്റാണ്. പിന്നെ ഈ പെൺപിള്ളേരെയൊക്കെ കമന്റ് അടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഈ പ്രായത്തിൽ ശരിയാണോ? അത് എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. ഞാൻ എങ്ങനെങ്കിലും സ്ഥലക്കച്ചവടം ചെയ്ത് ജീവിച്ചോട്ടെ. ചേട്ടാ ഇത് അല്ലല്ല, സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ കേട്ടത്. ചേട്ടാ ഇതൊരു ഷോ ആണ്, ഇത് പ്ലീസ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? പ്ലീസ്, എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ. ഇങ്ങനെ ഇത് പറയരുത്, ഇത് ചാനലിൽ പറയരുത്. എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ. ഇത്ര ദേഷ്യം വരുന്നത് എന്തിനു? എനിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല ചേട്ടാ. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. ചോദിച്ചപ്പോ ഇത്രയും ചൂടായിട്ട് ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ലേ ചേട്ടാ? അറിഞ്ഞ കാര്യം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം വേണ്ട. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിക്കുന്നു. അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി താൻ. അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല, കാരണം ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചേ. എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. പോലെ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതല്ല ചേട്ടാ. ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എന്റെ ഒരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിന് ചേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് പോലെ ഷോ അല്ലേ ചേട്ടാ? ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. മനു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ. വളരെ സത്യസന്ധനാണ്, നല്ല ശബ്ദമാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ല നടനാണ്. ഈസ് എ പെർഫെക്റ്റ് ക്യാരക്ടർ. ഞാൻ പോകുന്നു. ബൈ ബൈ.